അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുൽക്കിലെ 3-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് പഠനത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. ആദ്യം അല്ലദീ, ദാൽ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ്, ദാലിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൽ കൊണ്ട് മുട്ടിച്ച് അവിടെ നിന്ന് പുറപ്പെടുവിക്കുക. ദാ, ദീ, ദു ഇങ്ങനെ. അതുകൊണ്ട് തന്നെ അല്ലദീ ഇങ്ങനെ ഉച്ചരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത് ഖലഖ, ഹ ല ഖ. ഇത് രണ്ടാമത്തെ ആയത്ത് അല്ലദീ ഖലഖൽ മൗത അവിടെ വ്യക്തമായി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ആവർത്തിക്കാം. ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ തുടക്ക ഭാഗം ഹ, ഹ. പല ആളുകളും ഹ എന്നീ കഫമൊക്കെ തുപ്പുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദമുണ്ട്, അതുണ്ടാക്കാറുണ്ട്. ശരിയല്ല. മറിച്ച് ഹ എന്ന് തഫ്ഹീമായി വായ അടഞ്ഞതായ രൂപത്തിൽ ഘനപ്പിച്ച ഒരു ശബ്ദത്തോടുകൂടി ഉച്ചരിക്കണം, തഫ്ഹീമായിട്ട്. ഹ ല ഖ, ഖാഫും അതേപോലെ തഫ്ഹീമായിട്ട് ഉച്ചരിക്കണം. ഖാഫിൻ്റെ മഖ്റജ് നാവിൻ്റെ അങ്ങേയറ്റം. നേരത്തെ നമ്മൾ ദാലിൻ്റെ മഖ്റജ് പറഞ്ഞു നാവിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെയാണ്. എന്നാൽ ദാലാണെങ്കിൽ നാവിൻ്റെ നാവിൻ്റെ ഈ അറ്റമാണ്, തീരുന്ന ഭാഗം. എന്നാൽ ഖാഫിൻ്റെ മഖ്റജ് ആണെങ്കിൽ നാവിൻ്റെ തുടക്ക ഭാഗം, നാവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത്. ആ ഭാഗം മേലെ അണ്ണാക്കിനോട് നേരിടുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്, അവിടെ മുട്ടണം എന്നർത്ഥം. ഖലഖ, ഇവിടെ ലാം തർക്കീക്കായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ ഹാവും ഖാഫും തഫ്ഹീമായിട്ട് വായ അടഞ്ഞ രൂപത്തിൽ ഘനപ്പിച്ച് ഹ ഖ ഇങ്ങനെ ഉച്ചരിക്കേണ്ടത്. പക്ഷേ ലാം ഉച്ചരിക്കുമ്പോൾ ലോ എന്ന് ഉച്ചരിക്കാതെ ല എന്ന് നേർമയോടുകൂടിയാണ് ഉച്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് തഫ്ഹീമിൻ്റെ അക്ഷരങ്ങൾക്കിടയിൽ ലാമു വന്നതുകൊണ്ട് തന്നെ അറിയാതെ ആ ലാമും തഫ്ഹീമായി പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖലഖ, ഹ ല ഖ, ഖലഖ ഇങ്ങനെ ഉച്ചരിക്കണം. അല്ലദീ ഖലഖ സബ്അ, സീൻ ഉച്ചരിക്കുമ്പോൾ സ് എന്ന ശബ്ദം പുറപ്പെടണം. സബ്, സബ് എന്ന ആ മുഴങ്ങി തന്നെ ബാക്കണം. സബ് അ എന്ന് പറഞ്ഞാൽ സബ് അ, സബ് അ എന്ന് കേൾക്കണം. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വളരെ മൃദുവായ രൂപത്തിൽ ഒഴുക്കോടുകൂടി അത് കേൾക്കണം. സബ് അ, സബ് അ. പല ആളുകളും ഹംസ ഉച്ചരിക്കുന്നത് പോലെ സബ് അ എന്ന് ഉച്ചരിക്കുന്നത് കേൾക്കാം. ഇനി അത് മാറ്റണം. സബ് അ എന്ന് പാരായണം ചെയ്യണം. ശേഷം സമാവാതി, ഇവിടെ മണിക്കണം. കാരണം ഇഖ്ഫ ആണ്. ഈ സ്ക്രീനിൽ കാണുന്ന 15 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീനിൻ്റെയോ ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മറച്ച് മണിക്കണം. മറച്ചു മണിക്കണം എന്ന് പറഞ്ഞാൽ സമാവാതിൻ തിൻ എന്ന് പറയാതെ അവിടെ മറച്ച് വെച്ചുകൊണ്ട് ആ നൂനിൻ്റെ യഥാർത്ഥ മഖ്റജിനെ മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം. അഥവാ സൈലൻ്റ്, നമ്മൾ ഈ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന സമയത്ത് KNIFE, നൈഫ് എന്ന് പറയാതെ നൈഫ് എന്നാണ് പറയാറ്. ആ കെ സൈലൻ്റ് ആണ്. ഇതേപോലെ ഒരു സൈലൻ്റ് രൂപത്തിലാണ് ഇത് ഉച്ചരിക്കേണ്ടത്. അതാണ് ഇഖ്ഫ, മറച്ച് വെക്കുക എന്നൊക്കെ അർത്ഥം. സമാവാതി, ശരിക്കും അവിടെ എങ്ങനെ ഉച്ചരിക്കേണ്ടത്? സമാവാതിൻ ഇങ്ങനെയാണ്. എന്നാൽ തിൻ എന്ന് പറയാതെ ത്യാ എന്ന് പറയാം, ത്യാ. അഥവാ നാവ് മേലെ നൂനിനെ മഖ്റജ് മുട്ടിക്കാതെ മണിക്കുന്നു എന്ന് ചുരുക്കം.
സമാവാതിൻ തിബാഖ. ശ്രദ്ധിക്കണം, തീ എന്ന് പറയാതെ തീ എന്ന് തഫ്ഹീമാക്കി ഉച്ചരിക്കണം. അതുപോലെ തന്നെ ഖാഫും തഫ്ഹീമാണ്. മുഴങ്ങി കേൾക്കണം. ഖാഫിൻ്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു. ശേഷം അവിടെ ചേർത്ത് ഓതുകയാണ് എങ്കിൽ അവിടെ മണിക്കേണ്ടതുണ്ട്. ചേർത്ത് ഓതുകയാണ് എങ്കിൽ നിയമം ഇദ്ഗാം ബിഗുന്ന, സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ, അതിനുശേഷം യാ വാവ് മീം നൂൻ, യൗമൻ എന്ന് വിളിക്കാം നമുക്കിതിനെ, അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം അത് വിളിക്കാം. ഈ യൗമിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൗമൻ എന്ന് പറയുന്ന ഈ 4 അക്ഷരങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ചേർത്ത് മണിക്കണം. അഥവാ ത്വിബാഖൻ മ എന്ന് പറയാതെ ത്വിബാഖമ്മ എന്ന് പറഞ്ഞു, കൻ മ എന്ന് പറയാതെ കമ്മ എന്ന് പറഞ്ഞു. അതാണ് ഈ ചേർക്കുക എന്ന് പറഞ്ഞാൽ. കൻ എന്ന് പറയേണ്ടതിന് പകരം കമ്മ എന്ന് പറഞ്ഞ് ചേർത്തു. അതോടുകൂടി എന്ന് പറഞ്ഞ് മണിക്കുകയും ചെയ്യാം. ഏതായാലും മനസ്സിലാക്കേണ്ടത് സമാവാതി അവിടെ മണിക്കണം, അതുപോലെ ഇവിടെയും മണിക്കണം എന്ന് ചുരുക്കം. ശേഷം തഫ്ഹീമാക്കി ഉച്ചരിക്കണം. ഫീ ഖൽഖിർ റഹ്മാനി, ഖൽഖി ഖാഫ് ഖാ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. അർ-റഹ്മാനി ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് എന്ന ശബ്ദം പുറപ്പെടണം. നമ്മൾ ഈ എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഇതേ ശബ്ദം പുറപ്പെടണം എന്നർത്ഥം. ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. ചില ആളുകൾ തഫാവൂത്ത് എന്ന് പറഞ്ഞ് വൂത്ത് എന്ന് പറഞ്ഞ് നീട്ടുന്നത് കേൾക്കാം. തെറ്റാണത്. തഫാവുത്. അതേപോലെ മ്യാത്ത അവിടെ മണിക്കണം. എന്തുകൊണ്ടാണ് മണിക്കേണ്ടത്? ആ ഓത്ത് മിൻ എന്ന് പറയാതെ മ്യാ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം അത് മറച്ചു വെച്ചുകൊണ്ടുള്ള, നേരത്തെ പറഞ്ഞ സൈലൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഇഖ്ഫ ആണത്. സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ എന്നിവയ്ക്ക് ശേഷം 15 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മറച്ച് വെച്ചുകൊണ്ടാണ് മണിക്കേണ്ടത്. മണിക്കണം എന്നത് ഓർത്തു വെക്കണം, മറന്നു പോകരുത്. ശേഷം ഫർജിഇൽ, ചില ആളുകൾ ഫഅർജിഇൽ എന്ന് ഓതാം. ഫഅർജിഇൽ തെറ്റാണത്. അങ്ങനെ ആ എന്നൊരു അക്ഷരം അവിടെ ഇല്ല. ഫർജിഇൽ ബസറ. സ്വാദ് സീന് പറയേണ്ട അതേ മഖ്റജ് തന്നെയാണ് സ്വാദ്, എന്നാൽ തഫ്ഹീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ അത് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ മധ്യഭാഗം ഉയരും. വായയുടെ ഇരുഭാഗങ്ങളും അടഞ്ഞതായ രൂപത്തിൽ, വായ മൂടിക്കെട്ടിയതായ രൂപത്തിലായിരിക്കും ഉണ്ടാകേണ്ടത്. ഇതാണ് തഫ്ഹീം. ഫർജിഇൽ ബസറ അവിടെ സ്വാദും റാവും തഫ്ഹീമാണ്. ശേഷം ഹൽ തറ മ്യാഫു എന്തുകൊണ്ടാണ് മണിച്ചത്? ഇഖ്ഫ ആണ്. സുക്കൂനുള്ള നൂൻ തൻവീൻ. ശേഷം ഈ കാണുന്ന 15 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം. അതുകൊണ്ട് തന്നെ മിൻ ഫു എന്ന് പറയാതെ മ്യാഫു എന്ന് പറഞ്ഞു, എന്നാക്കി. മിൻ എന്ന് യഥാർത്ഥ മഖ്റജിൽ നിന്ന് സൈലൻ്റായ രൂപത്തിൽ ഉച്ചരിച്ചു. ശ്രദ്ധിക്കണം. എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. സദഖല്ലാഹുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.